എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പാഠത്തിൽ നമ്മൾ വ്യാപാര ഉപകരണങ്ങളെയും അവയുടെ പ്രയോഗങ്ങളെക്കുറിച്ച് പഠിക്കുകയും വിവിധ തരം വൈസുകൾ ഉൾപ്പെടെ ഹാൻഡ് ടൂൾസിന്റെ ഉപയോഗം മനസ്സിലാക്കുകയും ചെയ്യും. ഈ പാഠത്തിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. അളവുകൾ അളക്കുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുക, ഒരു സ്കെയിൽ, സ്ക്രൈബർ, ഡിവൈഡർ എന്നിവ ഉപയോഗിച്ച് ആർക്ക് സർക്കിളുകൾ വിഭജിക്കുക, വ്യത്യസ്ത വൈസുകളുടെയും വിവിധ ഹാൻഡ് ടൂൾസിന്റെയും ഉപയോഗം പ്രദർശിപ്പിക്കുക. ഒരു അളവെടുക്കൽ റൂളർ ഉപയോഗിച്ച് പൂർണ്ണമായോ ഭാഗികമായോ മെറ്റീരിയലുകളിലെ അളവുകൾ കൃത്യമായി അളക്കുന്നതിനുള്ള കഴിവുകൾ ഇന്ന് നമ്മൾ വികസിപ്പിക്കും. നീളം ഫലപ്രദമായി അളക്കാൻ ഒരു സ്റ്റീൽ ടേപ്പ് ഉപയോഗിക്കുക. ഒരു സ്ക്രൈബർ ഉപയോഗിച്ച് മെറ്റീരിയലുകളിൽ അടയാളപ്പെടുത്തുകയും ഒരു ഡിവൈഡർ ടൂൾ ഉപയോഗിച്ച് ആർക്കുകളോ വൃത്തങ്ങളോ കൃത്യമായി വിഭജിക്കുകയും ചെയ്യുക. ടാസ്ക് 1. സ്റ്റീൽ റൂളും സ്റ്റീൽ ടേപ്പും ഉപയോഗിച്ച് അളക്കൽ. ഒരു ലെങ്ത് അളക്കുമ്പോൾ സാഹചര്യത്തെ ആശ്രയിച്ച് അളക്കാൻ ഉപരിതലത്തിൽ നേരിട്ട് അല്ലെങ്കിൽ റെഫറൻസ് പ്ലെയിനിന്റെ ശരിയായ കോണിൽ നിങ്ങൾക്ക് അളവ് റൂളർ സ്ഥാപിക്കാൻ കഴിയണം. സ്റ്റീൽ റൂളർ ഉപയോഗിച്ച് അളക്കുമ്പോൾ സാധ്യമാകുമ്പോഴെല്ലാം കോൺടാക്ട് ഫേസ് ഉപയോഗിക്കുക. അളക്കുന്ന ഉപരിതലത്തിന് നേരെ അളവെടുക്കൽ റൂളർ സ്ഥാപിക്കുക എന്നാണ് ഇതിനർത്ഥം. റൂളറിന്റെ അറ്റം നശിക്കുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ 1 സെന്റിമീറ്റർ ലൈനിൽ നിന്ന് അളക്കാൻ ആരംഭിക്കുക. കൃത്യമായ അളവുകൾക്ക് വർക്ക് പീസിന്റെ അറ്റത്ത് സമാന്തരമായ അളവെടുക്കൽ റൂളർ പിടിക്കുന്നത് നിർണായകമാണ്. അല്ലാത്തപക്ഷം നിരീക്ഷകന്റെ സ്ഥാനം അളവിന്റെ ധാരണയെ ബാധിക്കുമ്പോൾ സംഭവിക്കുന്ന പിഴവുകൾക്ക് ഇത് കാരണമാകും. പോറലുകളും കേടുപാടുകളും തടയുന്നതിനും അളവുകളുടെ കൃത്യത ഉറപ്പാക്കുന്നതിനും സ്റ്റീൽ അളക്കൽ റൂളർ കട്ടിംഗ് ഉപകരണങ്ങളിൽ നിന്ന് അകറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. വലിയ ലെങ്ത് അളക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു സ്റ്റീൽ ടേപ്പ് ഉപയോഗിക്കുക എന്നതാണ്. ട്രെഞ്ചുകളും നീളമുള്ള പൈപ്പുകളും അളക്കുന്നതിന് എല്ലായ്പ്പോഴും ബ്രിട്ടീഷ് അളവുകൾ ഉപയോഗിക്കുക. ടാസ്ക് 2. സ്ക്രൈബറിന്റെ ഉപയോഗം. ലൈനുകൾക്കായി സ്ക്രൈബർ ഉപയോഗിക്കുമ്പോൾ കാണിച്ചിരിക്കുന്നതുപോലെ സ്ക്രൈബറിനെ നേരായ അറ്റത്തേക്ക് അടുപ്പിക്കുക. 45 ഡിഗ്രി കോണിൽ സ്ക്രൈബർ ചെരിഞ്ഞ് നേരായ അറ്റത്തിന്റെ അറ്റത്ത് നിങ്ങൾക്ക് നേരെ ഒരു ലൈൻ സ്ക്രൈബ് ചെയ്യുക. ലോഹം നീക്കം ചെയ്യുന്നത് ഒഴിവാക്കാൻ അമിതമർദ്ദം പ്രയോഗിക്കരുത്. ഇടതുവശത്തെ താഴത്തെ മൂലയിൽ നിന്ന് വരികൾ സ്ക്രൈബ് ചെയ്യുന്നത് പാഴാക്കൽ കുറയ്ക്കുന്നതിനും വസ്തുക്കളുടെ കാര്യക്ഷമമായ ഉപയോഗം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു പ്രായോഗിക സമീപനമാണ്. ചിത്രം 8-ൽ കാണിച്ചിരിക്കുന്ന വലതുവശത്തെ താഴത്തെ മൂല പോലുള്ള മറ്റു കോണുകളിൽ നിന്ന് ആരംഭിക്കുന്നതിനേക്കാൾ ഈ രീതി ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇതാ കാണിച്ചിരിക്കുന്നു. ടാസ്ക് 3. ഡിവൈഡറിന്റെ ഉപയോഗം. ഡിവൈഡറിന്റെ ഒരു കാൽ മധ്യഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നു. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് അളക്കുന്നതിന് ഡിവൈഡറിന്റെ മറ്റൊരു കാൽ ഉപയോഗിക്കുന്നു. തുടർന്ന് ആർക്കുകൾ വരയ്ക്കുന്നു. വിഭജിച്ച് അളന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഇടയ്ക്കിടെ ഒരു ഓയിൽ സ്റ്റോൺ ഉപയോഗിച്ച് ഡിവൈഡർ കാലുകൾ മൂർച്ചയുള്ളതാക്കണമെന്നുള്ളത് ശ്രദ്ധിക്കുക. വ്യത്യസ്ത വൈസുകളുടെ പ്രവർത്തനം പരിശോധിക്കാനും അവയുടെ ഉപയോഗം പ്രദർശിപ്പിക്കാനും നമുക്ക് പഠിക്കാം. ഒരു ബെഞ്ച് വൈസിന് ഒരു പൈപ്പ് ശക്തമായി പിടിക്കാനും അടയാളപ്പെടുത്തൽ, ഫയലിംഗ്, മുറിക്കൽ തുടങ്ങിയ വ്യത്യസ്ത ജോലികൾ ചെയ്യാൻ സഹായിക്കാനും കഴിയും. ഇത് കൃത്യതയും ഉറപ്പാക്കുന്നു. ഒരു പൈപ്പ് വൈസിന് വ്യത്യസ്ത വലിപ്പത്തിലുള്ള പൈപ്പുകളെ ശക്തമായി പിടിക്കാൻ കഴിയും. ഇത് അവ നീങ്ങാതെ സുരക്ഷിതമായി മുറിക്കാനോ ത്രെഡിംഗ് ചെയ്യാനോ അനുവദിക്കുന്നു. ഇത് കൃത്യതയും ഉറപ്പാക്കുന്നു. ഫ്ലാറ്റ് ജോസ് ഉള്ള ഒരു ബെഞ്ച് വൈസിൽ നിന്ന് വ്യത്യസ്തമായി പൈപ്പുകളുടെ വൃത്താകൃതിയിലുള്ള ആകൃതിയുമായി കർവ്ഡ് ജോകൾ ഒരു പൈപ്പ് വൈസിനുണ്ട്. ഇവ കേടുപാടുകൾ തടയുകയും വലിയതോ ഭാരമേറിയതോ ആയ പൈപ്പുകളിൽ വഴുതിപ്പോകാതെ പിടിക്കാൻ സഹായിക്കുന്ന സുരക്ഷിതമായ പിടി നൽകുകയും ചെയ്യുന്നു. സ്ക്രൂ മെക്കാനിസത്തിന് പകരം പൈപ്പ് സുരക്ഷിതമാക്കാൻ ചെയിൻ മെക്കാനിസം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം പൈപ്പ് വൈസാണ് ചെയിൻ വൈസ്. വൃത്താകൃതിയിലുള്ള പൈപ്പുകൾക്കപ്പുറം ക്രമരഹിതമായ ആകൃതികളുമായി പൊരുത്തപ്പെടാൻ ഈ ചെയിൻ അനുവദിക്കുന്നു. ഇത് വിചിത്രമായ ആകൃതിയിലുള്ള വസ്തുക്കളെയോ കേടായ ഭാഗങ്ങളുള്ള പൈപ്പുകളെയോ പിടിക്കുന്നതിന് സാധ്യമാക്കുന്നു. ഹാൻഡ് വൈസിന്റെ ചെറിയ വലിപ്പം സ്ക്രൂകൾ പോലുള്ള ചെറിയ വസ്തുക്കളെ പിടിക്കാനും പ്രവർത്തിക്കാനും അനുയോജ്യമാക്കുന്നു. സ്പ്ലിറ്റ് പിൻ നേരെയാക്കേണ്ടതിന് സ്പ്ലിറ്റ് പിൻ റിലീസ് ചെയ്യാൻ വിങ് നട്ട് അയവുള്ളതാക്കണം.
ഒരു ചെയിൻ പൈപ്പ് റെഞ്ച് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പൈപ്പുകൾ പിടിക്കുന്നതിനും തിരിക്കുന്നതിനുമാണ്, പ്രത്യേകിച്ചും ഇറുകിയ ഇടങ്ങളിലോ മോശം കോണുകളിലോ. ചെയിൻ റെഞ്ച് ഹെഡ് 50 മില്ലിമീറ്റർ ഡയമീറ്ററിന് മുകളിലുള്ള പൈപ്പ് ബീറ്റിൽ വയ്ക്കുക. പല്ലുകൾ പൈപ്പിൽ പിടിമുറുക്കുന്നതുവരെ ചെയിൻ ഉപയോഗിച്ച് പൈപ്പ് പിടിക്കുക. തുടർന്ന് പൈപ്പ് ബിറ്റ് ശക്തമായി പിടിക്കുന്നതുവരെ മുറുകെ പിടിക്കുക. ഭാരമേറിയ വസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത ഹെവി ഡ്യൂട്ടി ക്ലാമ്പിംഗ് ഉപകരണമാണ് ലെഗ് വൈസ്. ചുറ്റിക ആവശ്യമുള്ള ജോലികൾ സാധാരണയായി ഒരു ലെഗ് വൈസിൽ പിടിക്കുന്നു. ഒരു ലെഗ് വൈസിന്റെ പ്രധാന ഭാഗങ്ങൾ ഇനി പറയുന്നവയാണ്: ഉറച്ച അഥവാ സോളിഡ് ജോ, ചലിക്കുന്ന ജോ, ത്രെഡ് ചെയ്ത ജോ, സ്പിൻഡിൽ, സ്പ്രിംഗ്, പൈവറ്റ്, ലെഗ്, ക്ലാമ്പ്. ഈ വിഭാഗത്തിൽ വിവിധ ഹാൻഡ് ടൂളുകൾ കാര്യക്ഷമമായി ഉപയോഗിക്കാനും മുറിക്കാൻ ഒരു ഹാക്സോ ഉപയോഗിക്കാനും ചിസൽ ഉപയോഗിച്ച് ചിപ്പിംഗ് നടത്താനും ഡൈസ്റ്റോക്ക് ഡൈയും ഉപയോഗിച്ച് എക്സ്റ്റേണൽ ത്രെഡ് കട്ടിംഗ് ചെയ്യാനും ഇന്റേണൽ ത്രെഡ് കട്ടിങ്ങിനായി ടാപ്പുകൾ ഉപയോഗിക്കാനും നമ്മൾ പഠിക്കും. വർക്ക് പീസ് ബെഞ്ച് വൈസിൽ പിടിക്കുക. ഉചിതമായ ഫയൽ തിരഞ്ഞെടുക്കുക. തുടർന്ന് അതിനനുസരിച്ച് ഫയൽ ചെയ്യുക. വർക്ക് പീസ് ബെഞ്ച് വൈസിൽ വയ്ക്കുക. കാണിച്ചിരിക്കുന്നതുപോലെ ചുറ്റിക ശരിയായി പിടിക്കുക. തുടർന്ന് ചിപ്പിംഗ് ആരംഭിക്കുക. സെന്റർ പഞ്ച് ശക്തമായി പിടിക്കുക. അത് വർക്ക് പീസിൽ വയ്ക്കുക. തുടർന്ന് ആവശ്യാനുസരണം പഞ്ച് ചെയ്യുക. പൈപ്പ് വൈസിൽ ശക്തമായി പിടിക്കുക. ബ്ലേഡിന്റെ ശരിയായ പിച്ച് തിരഞ്ഞെടുത്ത് ഫോർവേഡ് ടീത്തിന്റെ സ്ഥാനം ശരിയാക്കുക. ബ്ലോക്ക് ഫ്രെയിം പിടിച്ച് പൈപ്പ് മുറിക്കുക. വർക്ക് പീസ് ബെഞ്ച് വൈസിൽ വെച്ച് മുറുകെ പിടിക്കുക. ചിസൽ ശരിയായ ആംഗിളിൽ പിടിക്കുക. തുടർന്ന് ചിപ്പിംഗ് ആരംഭിക്കുക. അകത്തും പുറത്തുമുള്ള ഡയമീറ്ററിന്റെ വലുപ്പം കണ്ടെത്താൻ തിരഞ്ഞെടുത്ത വർക്ക് പീസിൽ കാലിപ്പറുകൾ സ്ഥാപിക്കുക. പൈപ്പിന്റെ ഡയമീറ്റർ അനുസരിച്ച് പൈപ്പ് റേഞ്ചിന്റെ ശരിയായ എണ്ണം തിരഞ്ഞെടുക്കുക. പൈപ്പ് വൈസിൽ പിടിച്ച് അത് ശരിയായി പിടിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഇനി പൈപ്പ് റെഞ്ച് പൈപ്പിനെ ശക്തമായി പിടിക്കുന്നതുവരെ ക്രമീകരിക്കുക. തുടർന്ന് പ്രവർത്തനവുമായി മുന്നോട്ടു പോകുക. മെറ്റൽ പൈപ്പിൽ ത്രെഡുകൾ സൃഷ്ടിക്കാൻ ഒരു സ്റ്റോക്ക് ഉപയോഗിക്കുന്നു. മെട്രിക് ഡൈസിന്റെ ശരിയായ വലുപ്പം തിരഞ്ഞെടുക്കുക. ഇത് ഡൈ സ്റ്റോക്കിൽ ഘടിപ്പിച്ച് ലോക്ക് ചെയ്യുക. വർക്ക് പീസ് അനുസരിച്ച് ഡൈകൾ ക്രമീകരിക്കുക. എക്സ്റ്റേണൽ ത്രെഡിംഗ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുക. ടാപ്പുകളും ഹോൾഡറുകളും മുൻകൂട്ടി കുഴിച്ച ദ്വാരങ്ങൾക്കുള്ളിൽ മെറ്റീരിയൽ നീക്കം ചെയ്യുന്നതിനും ത്രെഡുകൾ രൂപപ്പെടുത്തുന്നതിനും രൂപകൽപ്പന ചെയ്ത ടീത്തുകൾ ഉപയോഗിച്ച് മുറിക്കുന്ന ഉപകരണങ്ങളാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും താഴത്തെയും ടാപ്പുകൾ ഉപയോഗിച്ച് ഇന്റേണൽ ത്രെഡിംഗ് പ്രവർത്തനങ്ങൾക്കായി അത് ടാപ്പുകൾ സുരക്ഷിതമാക്കുകയും ത്രെഡിംഗ് പ്രക്രിയയിൽ അവ തിരിക്കുന്നതിനുള്ള ലിവറേജ് നൽകുകയും ചെയ്യുന്നു. ഈ പാഠത്തിൽ നമ്മൾ ഇനി പറയുന്നവയാണ് പഠിച്ചത്: അളവുകൾ അളക്കുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുക, ഒരു സ്കെയിൽ, സ്ക്രൈബർ, ഡിവൈഡർ എന്നിവ ഉപയോഗിച്ച് ആർക്ക് സർക്കിളുകൾ വിഭജിക്കുക, വ്യത്യസ്ത വയസ്സുകളുടെയും വിവിധ ഹാൻഡ് ടൂൾസുകളുടെയും ഉപയോഗം പ്രദർശിപ്പിക്കുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.